Hello, it's me, it's your Django. ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും അറിയാൻ പാടില്ല. ഇൻട്രൊഡക്ഷനൊക്കെ ഇപ്പോൾ മറ്റേ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അത് കാരണം ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ പേര് ജോസഫ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ജാങ്കോ എന്ന് വിളിക്കും. അത് എന്തിനാ വിളിക്കണമെന്ന് പറയാൻ പാടില്ല. പണ്ടോട്ട് എൻ്റെ ഒരു ഫുട്ബോൾ കളിയിലിട്ട പേരാണ്. അത് പിന്നെ അങ്ങനെ തന്നെ കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ വലിയ സക്സസ് ഒന്നുമല്ല. കുറേ സങ്കടങ്ങളും പിന്നെ കുറേ വിഡ്രോവലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് നമ്മുടെ അരിയണ്ണനൊക്കെ പോലെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് കുറച്ച് കാശുണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് വെറുതെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ഇത് ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ. വെറുതെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കമൻറ്റ് ബോക്സിലായ ആൾക്കാരൊക്കെ വന്നിട്ട് ജാങ്കോ എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപാട് കൂട്ടുകാർ. സ്കൂളിൽ പോകാൻ പോലും സമയമില്ല, അത്രയധികം കൂട്ടുകാർ. ഇപ്പം ഞാനൊരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാരൊരു 10 പേരെങ്കിലും മിനിമം ഒരു ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. അത്രയധികം കൂട്ടുകാരായിരുന്നു. അപ്പോൾ അത് കാരണം ചെറുപ്പം മുതൽ ഭയങ്കര ഫണ്ണായിരുന്നു. മര്യാദയ്ക്ക് പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഭയങ്കര ഫണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരുന്നു. ലൈഫ് കുറേ എക്സ്പ്ലോർ ചെയ്തു. കുറേ ട്രാജഡി ഉണ്ടായി. മെയിൻ റീസൺ ഒരു ട്രാജഡി കൊണ്ടാണ് എൻ്റെ ലൈഫ് അധികം ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിപ്പോയത്. കഥ എന്നൊക്കെ പറയുമ്പോൾ കുറേ പറയാനുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാവരുടെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റോറി പോലെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്ത്. പിന്നെ എനിക്ക് ട്രാവലൊക്കെ, എനിക്ക് കുറേ വീഡിയോകളൊക്കെ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വെറുതെ ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യും, വീഡിയോ എടുക്കും. അങ്ങനെയായിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളും എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലോ അല്ല വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലോട്ട് നടക്കണമെന്നല്ല ഞാൻ ചുറ്റുപാട് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ നമ്മുടെ നാടായാലും നാട്ടിലെ പല നിയമവ്യവസ്ഥകൾ, കാശുള്ള പല നിയമം, രാഷ്ട്രീയക്കാരന് വേറെ നിയമം, പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ യൂസ് ചെയ്യണത് നമ്മൾ വെറും മണ്ടന്മാരാക്കി കാണിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇതൊക്കെ പ്രതികരിക്കണമല്ലോ. ഞാനിപ്പോൾ വെറുതെ റോട്ടിൽ പോയി നിന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ട് പോകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ ഒരു ബി ജെ പിക്ക് എതിരാണ് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബി ജെ പിക്കാരെന്നെ റൂട്ടിൽ ചിലപ്പോൾ വെട്ടിക്കൂട്ടിയാലോ, പറയാൻ പറ്റില്ല. ബി ജെ പി എന്ന് ഞാൻ ഒരു പാർട്ടിന്ന് ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് അവരെ ഇഷ്ടമല്ല, എനിക്ക് ആരും ഇഷ്ടമല്ല. എനിക്ക് മനുഷ്യന്മാരെ ഇഷ്ടമല്ല, ഒരു മനുഷ്യരില്ല. എനിക്ക് മുസ്ലിംസിനും ഇഷ്ടമല്ല, ക്രിസ്ത്യൻസിനും ഇഷ്ടമല്ല, ഹിന്ദുസിനും ഇഷ്ടമല്ല, എനിക്ക് ആരും ഇഷ്ടമല്ല, എനിക്ക് ഒരാളും ഇഷ്ടമല്ല. അപ്പം അത് കാരണം പാർട്ടിക്കാരും ഇഷ്ടമല്ല. സോ ആരും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും കള്ളന്മാരാണ്, ചിലപ്പോൾ ഞാനടക്കം. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ്. നമ്മുടെ അടുത്ത് ആരെങ്കിലും പറയാണ് ഒന്ന് ഒപ്പിട്ട് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവായി, ഇപ്പം നമ്മുടെ ഒരു ഒപ്പിനാണ് മൊത്തം വില. ഇപ്പോൾ പറയാണ് ഒരു നെസ്ലെ ലൈക്ക് ഒരു കമ്പനി, എൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നു, ലൈക്ക് ബേബി ഫുഡ്. പക്ഷെ ആ ബേബി ഫുഡ് UK US അങ്ങനെ പല രാജ്യങ്ങളിൽ ബാനാണെങ്കിലും അതിലെന്തെങ്കിലും ബാഡായിട്ടുള്ളൊരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യന് ഒരു 100 കോടി രൂപ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്കത് ഒപ്പിട്ട് തന്ന് എനിക്ക് ഇവിടുത്തെ ജനങ്ങളെ വിറ്റ് ജനങ്ങളെ ഒമ്പിക്കാം. അപ്പോൾ അതാണ് ഇതിലെ മെയിൻ പോയിൻ്റ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ലൈക്ക് ഇത് ശരിയല്ലല്ലോ, ഇത് എന്ത് അലമ്പ് പരിപാടി, നമ്മളൊക്കെ മണ്ടന്മാരാക്കല്ലേ എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് എനിക്ക് പ്രതികരിക്കണം എന്നൊക്കെ തോന്നും. കുറേയൊക്കെ പേടിയായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എനിക്കിപ്പോൾ മറ്റേ ഞാൻ ഒന്നാമത്തിന് വലിയൊരു ഫെയിലിയറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ഇതിനുള്ളിൽ പേടിക്കാനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, കാരണം ഇനി ഞാൻ വെറുതെ ഇംഗ്ലീഷൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമല്ലോ. അതപ്പോൾ നൈസായിരിക്കുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പേര് ജോസഫ്, വയസ്സ് 29, കല്യാണം കഴിച്ചതാണ്, അടിപൊളി വൈഫാണ്, നല്ല ഹാപ്പിയാണ്. വൈഫ് ഹാപ്പിയാണ്. ബട്ട്
like a lot of other stuff that bothers me a lot. Like കുറേ കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ട്. ഒന്നിനും ഒരു സ്റ്റാർട്ട് കിട്ടണല്ലേ, ഭയങ്കരമായിട്ട് ലോയിലേക്ക് പോയി. മേ ബി ഐ യൂസ് ടു ഡു ഡ്രഗ്സ്, ലൈക്ക് ചെറുതും കെമിക്കലായിട്ടുള്ളതൊന്നുമല്ല, പക്ഷെ അതൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം നിർത്തിയതും കൊണ്ടും എനിക്ക് അങ്ങനെ ആരോടായിട്ടും മിങ്കിൾ ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് എല്ലാവരും ഭയങ്കര ദേഷ്യം. പിന്നെ എനിക്ക് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി എല്ലാവരും ഞാൻ ആ കണ്ണി കൂടെ കാണുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പതിയെ എൻ്റെ കഥകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വരും. അങ്ങനെ ജീവിതകഥ, കുറേ കോമഡി, ട്രാജഡി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു ലൈഫ് സ്റ്റോറി പോലെയാണ് ഇതിപ്പോൾ. ഞാനിതെല്ലാം ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പോലെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം, ഇത് ഇങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെയാണല്ലോ ഞാൻ കിടന്നു വന്നത്. എന്തായാലും ഞാൻ ഭാവിയിൽ സക്സസ് ആകും. അപ്പോൾ സക്സസ് ആകുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പറ്റും, ശരി നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെയാണല്ലോ കിടന്നു വന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ഉയർന്നാലും നമ്മുടെ താഴ്ച എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് അധികം ദൂരം പോകണ്ട. നമ്മുടെ വെറുതെ യൂട്യൂബിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആർക്കും അങ്ങനെ ഒരു ഉപദ്രവമോ അങ്ങനെ ആരെയും അധികം ശല്യം ചെയ്യാണ്ട് മറ്റുള്ളവരെ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത്, ഇപ്പം എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ ചിലപ്പോൾ ഈ സമയത്തില്ല, മുന്നൊക്കെ ഞാൻ വേറെ നല്ലൊരു ഫൺ വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഫണ്ണൊന്നും ഇല്ല എനിക്ക് അധികം പേരായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ എൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ എമർജൻസി വരികയാണെങ്കിൽ പിക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനൊക്കെ ആയിട്ടായാലും ഞാൻ ഓടിച്ചെല്ലും. ഇപ്പം എന്നെ പിക്ക് ചെയ്യാനായാലും ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇപ്പോഴും എന്നെ പിക്ക് ചെയ്യാൻ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന ആൾക്കാരുകളുണ്ട്. പക്ഷേ എനിക്ക് ആരും ഇപ്പോൾ എൻ്റെ ഒരു സഹായത്തിന് വിളിക്കാനോ, ഇപ്പം ഞാനിപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ നടക്കേണ്ട വരും, എന്നാലും പിക്ക് ചെയ്യാൻ ആളുണ്ടെങ്കിലും ഞാൻ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ, വേണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അവനൊരു വീണ്ടും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. എൻ്റെ വിചാരം മൊത്തം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. എനിക്ക് ശരിയാണ്, പ്രതീക്ഷിക്കാത്ത ആൾക്കാരുകളും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പ്രതീക്ഷകൾ ഒന്നും ശരിയാവണില്ല. അപ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആരിൽ നിന്നൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ അത് ഓവർകം ചെയ്യണം, ആൾക്കാരോടൊക്കെ സംസാരിക്കണം, ചെറിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, യൂട്യൂബിൽ വന്ന് കുറച്ച് പോണ പറയാം. പിന്നെ പൈസ കിട്ടുകയാണെങ്കിൽ ദേഹം കണ്ട് പണിക്ക് പോകാണ്ട് എന്തെങ്കിലുമൊക്കെ അരി വാങ്ങിച്ച് തിന്നാലോ. നമ്മുടെ അരിയണ്ണനെ കാരണം അരിയണ്ണ യൂറോപ്പിലേക്കൊക്കെ ടൂർ പോയാണ്. എന്തിട്ട കഥ പുള്ളി, മറ്റേ യൂറോപ്പിലൊക്കെ ചില്ലാണ്. പുള്ളിക്ക് വേറെ പണി ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിയുടെ യൂട്യൂബിലൊക്കെ ഹെവി. പിന്നെ എനിക്ക് ആരും ഇഷ്ടമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആരും ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ഞാൻ പറയും. അതിലൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ലേ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ലൈൻ പോണത്. അതിലിപ്പോൾ ചിലപ്പോൾ നിങ്ങളെന്നെ സംഗീന്ന് വിളിക്കും, ചിലപ്പോൾ സംഗീകൾ എന്നെ മറ്റേ മുസ്ലിം തീവ്രവാദിന്ന് വിളിക്കും. പിന്നെ ക്രിസ്സംഗീകൾ, ഇനിയിപ്പോൾ എൻ്റെ പേര് ജോസഫ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഞാൻ ക്രിസ്സംഗീന്ന് വിളിക്കും. എന്നെ ആരെങ്കിലും മങ്കീന്ന് വിളിച്ചോ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, ആരും എന്നെ സംഗീ എന്ന് വിളിക്കരുത്. പിന്നെ ഞാൻ അങ്ങനെ പറയുന്നതല്ല, എനിക്ക് ആരും ഇഷ്ടമല്ല. അത് പറഞ്ഞേ ആരും കണ്ടിട്ട് തന്നെ. ഞാൻ ചോദിച്ചു അവരൊക്കെ കുറ്റം പറഞ്ഞ് ആൾക്കാരുകളൊക്കെ കുറ്റം പറഞ്ഞിങ്ങനെ ഇരിക്കാം. അപ്പോൾ നോക്കട്ടെ ഇത് എവിടം വരെ പോകാൻ പറ്റും. ആരെങ്കിലുമൊക്കെ കാണുമോ, ആരെങ്കിലുമൊക്കെ കമൻ്റ് അടിക്കുമോ എന്ന് നോക്കാം. കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയില്ല, കമൻ്റ് അടിക്കാൻ ഞാൻ പറയും. കാരണം അപ്പോൾ എനിക്കറിയാം ആരൊക്കെ ഇത് കാണുന്നുണ്ട്, എന്താണ് ആരെങ്കിലും അഭിപ്രായം. എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ് എടുക്കുള്ള കമൻ്റ് അടിക്കാൻ. ഒരു സെക്കൻഡ് എടുത്തിട്ട് കൊള്ളാം മോനെ നീ ഇത് ചെയ്യ്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യും, വണ്ടാടങ്ങി എന്നുള്ള സെറ്റപ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക് യു. അപ്പോൾ നാളെ എൻ്റെ കുറച്ച് ലൈഫിൻ്റെ ഇതും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരാം. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഗായ്സ്. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ഹോപ്പ് ഐ സീ യു സൂൺ ഗായ്സ്.